ഡിസംബർ എത്തിയാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്ന ചിത്രം എന്താണ്? മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും പുൽക്കൂടും പിന്നെ എല്ലാത്തിനേക്കാളും ഉപരിയായി അലങ്കരിച്ച മനോഹരമായ പച്ചപ്പും, നമ്മുടെ സ്വന്തം ക്രിസ്മസ് ട്രീ. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഒരു മരം ഈ വലിയ ആഘോഷത്തിന്റെ ഗ്ലോബൽ സിംബലായിട്ട് മാറിയതെന്ന്? നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ ഒരിടത്തും ക്രിസ്മസ് ആഘോഷിക്കാൻ ഇങ്ങനെ ഒരു മരം വേണമെന്ന് പറയുന്നില്ല. ഈ മരത്തിന് പിന്നിൽ അതിശയിപ്പിക്കുന്ന ചില ഐതിഹ്യങ്ങളുണ്ട്. തലകീഴായി തൂക്കിയ മരങ്ങളും മനുഷ്യബലി തടഞ്ഞ വിശുദ്ധന്മാരും ഒക്കെ ഈ കഥയിലുണ്ട്. വെറുമൊരു അലങ്കാരം എന്നതിനേക്കാൾ ഉപരി നൂറ്റാണ്ടുകൾ നീണ്ട രസകരമായ ഒരു ചരിത്രം. പുരാതന കാലത്തെ ആരാധനകളിൽ തുടങ്ങി ജർമ്മൻ പാരമ്പര്യങ്ങളിലൂടെ കടന്ന് ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ സ്വാധീനത്തിലൂടെ ലോകം മുഴുവൻ പടർന്ന ആ മാന്ത്രിക മരത്തിന്റെ കഥയാണ് ഇനി. സത്യത്തിൽ ക്രിസ്മസ് ട്രീയുടെ വേരുകൾ ക്രിസ്ത്യാനിറ്റിക്ക് മുൻപേ ഉള്ളതാണ്. പുരാതന ഈജിപ്ഷ്യൻസും റോമൻസും ഒക്കെ ഒരു വർഷം മുഴുവൻ പച്ചപ്പോടെ നിൽക്കുന്ന എവർഗ്രീൻ ട്രീസിനെ വളരെ പവിത്രമായിട്ടാണ് കണ്ടിരുന്നത്. കൊടും തണുപ്പിലും വാടാതെ നിൽക്കുന്ന ഈ മരങ്ങൾ ജീവന്റെയും അതിജീവനത്തിന്റെയും പ്രതീക്ഷയുടെയും ഒക്കെ അടയാളമായിരുന്നു. നോർത്തേൺ യൂറോപ്പിലെ ആളുകൾ തണുപ്പ് കാലത്ത് തങ്ങളുടെ വീടുകളുടെ വാതിലുകളിൽ ഈ മരത്തിന്റെ ചില്ലകൾ തൂക്കിയിടാറുണ്ടായിരുന്നു. അത് ദുഷ്ടശക്തികളെ അകറ്റുമെന്നും വരാനിരിക്കുന്ന വസന്തകാലത്തിന്റെ പ്രതീക്ഷയാണെന്നും അവർ വിശ്വസിച്ചിരുന്നു. ഇതാണ് പിൽക്കാലത്ത് ക്രിസ്മസ് ട്രീ എന്ന സങ്കല്പത്തിലേക്ക് വഴിമാറിയത്. ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ക്രിസ്മസ് ട്രീയുടെ യഥാർത്ഥ ജന്മദേശം ജർമ്മനിയാണ്. 16-ാം നൂറ്റാണ്ടിൽ ഭക്തരായ ക്രിസ്ത്യൻസ് തങ്ങളുടെ വീടിനുള്ളിൽ മരങ്ങൾ വെച്ച് അലങ്കരിക്കാൻ തുടങ്ങി. ക്രിസ്മസ് ട്രീയെ ജനപ്രിയമാക്കിയതിൽ പ്രധാനിയായ മാർട്ടിൻ ലൂതറിനെ കുറിച്ചൊരു പ്രശസ്തമായ മിത്ത് തന്നെയുണ്ട്. പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് നേതൃത്വം നൽകിയ മാർട്ടിൻ ലൂതർ ഒരു ശൈത്യകാല രാത്രിയിൽ വനത്തിലൂടെ നടക്കുമ്പോൾ പൈൻ മരങ്ങൾക്കിടയിലൂടെ നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നത് കണ്ടു. പൈൻ മരങ്ങൾ ദൈവത്തിന്റെ നന്മയെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ആ പച്ചപ്പും തിളക്കവും ദൈവത്തിന്റെ നന്മയെ ഓർമ്മിപ്പിക്കുന്നു എന്ന് കരുതി അദ്ദേഹം വീട്ടിൽ ഒരു മരം വെച്ച് മെഴുകുതിരികൾ കൊണ്ട് അലങ്കരിച്ചു. ഒരുപക്ഷെ മരത്തിൽ ലൈറ്റുകൾ അലങ്കരിക്കുന്ന രീതി തുടങ്ങിയത് ഇവിടെ നിന്നാകാം. അങ്ങനെ പതുക്കെ പതുക്കെ ഈ പാരമ്പര്യം ജർമ്മനിയിലുടനീളം പടർന്നു. എന്നാൽ ഇതിനേക്കാൾ പഴക്കമുള്ള മറ്റൊരു കഥ 15-ാം നൂറ്റാണ്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. അത് 8-ാം നൂറ്റാണ്ടിലെ സെയിന്റ് ബോണഫേസിനെ കുറിച്ചുള്ളതാണ്. ഐതിഹ്യം ഇങ്ങനെയാണ്: അക്കാലത്ത് ചില വിജാതീയർ, അതായത് പെജൻസ് എന്ന് പറയുന്ന ആൾക്കാർ, ഒരു വലിയ ഓക്ക് മരത്തിന്റെ ചുവട്ടിൽ മനുഷ്യബലി നടത്താൻ ഒരുങ്ങി. ഇത് തടയാനായി സെയിന്റ് ബോണഫേസ് ആ ഓക്ക് മരം വെട്ടിമാറ്റി. അത്ഭുതമെന്ന് പറയട്ടെ, ആ മുറിച്ചു മാറ്റിയ മരത്തിന് പകരം അവിടെ ഒരു ഫിർ മരം വളർന്നു വന്നു. അതിന്റെ ശാഖകൾ ക്രിസ്തുവിന്റെ നിത്യമായ സത്യത്തെ സൂചിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അവിടെ നിന്നാണ് ക്രിസ്മസിന് ഈ മരം ഉപയോഗിച്ച് തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. അവിടെയും തീരുന്നില്ല. ഈ സെയിന്റ് ബോണഫസ് കഥയുടെ മറ്റൊരു രസകരമായ വശം കൂടിയുണ്ട്. അദ്ദേഹം ആ പുതിയ ഫിർ മരം മുറിച്ചെടുത്ത് അത് തലകീഴായി തൂക്കിയിട്ടു അത്രേ. എന്തിനാണ് എന്നല്ലേ, ഹോളി ട്രിനിറ്റിയെ പ്രതിനിധീകരിക്കാനാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് എന്ന് കരുതപ്പെടുന്നു. പലയിടങ്ങളിലും മരത്തിന്റെ അറ്റത്ത് നക്ഷത്രത്തിന് പകരം ഒരു ആപ്പിൾ തിരികെ വെക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. ഇന്നും യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിൽ ക്രിസ്മസ് ട്രീ തലകീഴായി തൂക്കുന്ന പാരമ്പര്യം കാണാം. ഈ ഓരോ കഥകളും ക്രിസ്മസ് ട്രീ എന്ന പാരമ്പര്യം ലോകമെമ്പാടും പടരാൻ സഹായിച്ചിട്ടുണ്ട്. ഇനി ജർമ്മനിയിൽ നിന്ന് ഇത് എങ്ങനെ ലോകം മുഴുവൻ പ്രശസ്തമായി എന്ന് ചോദിച്ചാൽ അതിന് നന്ദി പറയേണ്ടത് ബ്രിട്ടനിലെ ക്വീൻ വിക്ടോറിയയോടും അതുപോലെ ഭർത്താവ് പ്രിൻസ് ആൽബർട്ടിനോടുമാണ്. 1848-ൽ വിൻസർ കൊട്ടാരത്തിലെ തങ്ങളുടെ ക്രിസ്മസ് ട്രീക്ക് ചുറ്റും നിൽക്കുന്ന രാജകുടുംബത്തിന്റെ ചിത്രം ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്നു. അക്കാലത്തെ ഏറ്റവും വലിയ ട്രെൻഡ് സെറ്റ് ആയിരുന്നു ക്വീൻ വിക്ടോറിയ. ഈ ചിത്രം കണ്ടതോടെ ബ്രിട്ടനിലെയും അമേരിക്കയിലെയും ഹൈ സൊസൈറ്റി ആളുകൾക്കിടയിൽ ക്രിസ്മസ് ട്രീ ഒരു ഫാഷനായി മാറി. പിന്നാലെ സാധാരണക്കാരും ഇത് ഏറ്റെടുത്തു. ജർമ്മനിയിലെ ഒരു ചെറിയ ആചാരം അങ്ങനെ ഒരു ആഗോള ആഘോഷമായി. അങ്ങനെ ഒരു രാജകീയ മുദ്രയോടെയാണ് ക്രിസ്മസ് ട്രീ ലോകത്തിന്റെ പ്രിയപ്പെട്ട സിംബലായി മാറിയത്. തുടർന്ന് അമേരിക്ക ഈ പാരമ്പര്യത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ വലിയ തോതിലുള്ള അലങ്കാരങ്ങളും ലൈറ്റുകളും ഒക്കെയായി ക്രിസ്മസ് ട്രീ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റായി. ഇന്ന് നമ്മൾ കാണുന്ന ആർട്ടിഫിഷ്യൽ ക്രിസ്മസ് ട്രീസ് എങ്ങനെ വന്നു എന്നറിയാമോ? 1930-കളിൽ ജർമ്മനിയിലാണ് ആദ്യമായി ക്രിസ്മസ് മരങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത്. പിന്നീട് പരിസ്ഥിതി സൗഹൃദപരമായ കാരണങ്ങളാലും സൂക്ഷിച്ചു വെക്കാനുള്ള എളുപ്പത്തിനുമായി പലരും പ്ലാസ്റ്റിക് അഥവാ PVC മരങ്ങളിലേക്ക് മാറുകയായിരുന്നു. എന്നാൽ ഇപ്പോഴും യഥാർത്ഥ പൈൻ മരങ്ങൾ ഉപയോഗിക്കുന്നവർ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. ബൈബിളിൽ നേരിട്ട് പരാമർശമില്ല എങ്കിലും നന്മയുടെയും പ്രതീക്ഷയുടെയും പ്രതീകമായിട്ടാണ് നമ്മൾ ഇന്ന് ക്രിസ്മസ് ട്രീയെ കാണുന്നത്. തലകീഴായി തൂക്കിയ മരങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്ന് വൻകിട മോളുകളിൽ വരെ തിളങ്ങി നിൽക്കുന്ന ഈ മരത്തിന്റെ യാത്ര അത്ഭുതകരമാണ്. ഓരോ വീടുകളിലും ഓരോ രീതിയിലായിരിക്കും ഈ അലങ്കാരങ്ങളൊക്കെ. ചിലർ പഴയകാല ഓർമ്മകൾ വെച്ച് അലങ്കരിക്കുന്നു, ചിലർ മോഡേൺ ആയി ചെയ്യുന്നു. പക്ഷെ ലക്ഷ്യം ഒന്ന് തന്നെ: സന്തോഷം പങ്കുവെക്കുക. ഡിജിറ്റൽ ലോകത്ത് സ്മാർട്ട് ലൈറ്റുകൾ വരെ ഘടിപ്പിച്ച ഹൈടെക് മരങ്ങൾ ഇന്ന് വിപണിയിലുണ്ട്.